ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികളെ വെറുതെ വിടാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് കോടതി പറഞ്ഞു. വിധി പറഞ്ഞത് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ്. വിശദാംശങ്ങളുമായി അനഘ നരിക്കുനി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനഘ, ഈ ജയിൽ മോചിതരായെത്തിയ പ്രതികളെ വലിയ അർത്ഥത്തിൽ സ്വീകരിച്ചതടക്കം BJP വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ, പരമോന്നത കോടതിയുടെ ഇടപെടൽ. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി. തീർച്ചയായും ഗുജറാത്തിനും BJPക്കും ഏറ്റിരിക്കുന്ന ഒരു കനത്ത തിരിച്ചടി എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു വിധി പ്രസ്താവത്തെ നോക്കിക്കാണേണ്ടത്. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഈ ബിൽക്കിസ് ബാനു കേസ്. ഈ കേസിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. അതായത് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട 11 പ്രതികളെയും കേസിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു നടപടി ശരിയായില്ല, ഈ 11 പ്രതികളെയും വിട്ട നടപടി ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ നിർണായകമായ കേസിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. ഇവർ 11 പേരും കുറ്റക്കാർ തന്നെയാണ്. ഇവരെ വിട്ടയച്ചിരിക്കുന്നത് ശരിയായില്ല, അത് റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി. ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു. ഇവർ ഉറ്റുനോക്കിയിരുന്നതും അത് തന്നെയായിരുന്നു. ബിൽക്കിസ് ബാനുവിന് ഈ ഒരു കേസിൽ നീതി ലഭിക്കുമോ എന്നതായിരുന്നു ഇവർ ഉറ്റുനോക്കിയിരുന്നത്. പൂർണ്ണമായൊരു നീതി എന്നൊരു രീതിയിൽ ഇതിനെ പറയാൻ കഴിയുമോ എന്നറിയില്ല എങ്കിൽ പോലും ഈ 11 പ്രതികളുടെയും ശിക്ഷാവിധി, അതായത് ഇവരുടെ ശിക്ഷാവിധിയിൽ ഇളവ് നൽകി ഇവരെ വെറുതെ വിട്ടയച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് സർക്കാരിനും ശക്തമായ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്നു. അതായത് ഗുജറാത്ത് സർക്കാർ ഉന്നയിച്ച വാദം, പ്രതികൾക്ക് മാനസാന്തരം ഉണ്ടാവണം, അവർക്ക് ഒരു മാറ്റം ഉണ്ടാവണം, മറ്റുള്ളവരെ പോലെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കണം എന്നൊക്കെയുള്ള വലിയ വാദങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികൾക്ക് വേണ്ടി ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ പശ്ചാത്തലത്തിലെല്ലാം തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം, ഈ ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള ബിൽക്കിസ് ബാനുവിന് നീതി ലഭിക്കുമോ, അവരുടെ മാനസികാവസ്ഥയെ പരിഗണിക്കേണ്ടതില്ലേ എന്ന ചോദ്യങ്ങളെല്ലാം ഉയർന്നിരുന്നു. അതുതന്നെയായിരുന്നു കേസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇരയാക്കപ്പെട്ട ആളിന് അപ്പോൾ ഇവിടെ യാതൊരുവിധ തരത്തിലുള്ള പരിഗണനയും ഇല്ലേ, അല്ലെങ്കിൽ അവരുടെ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ രീതിയിൽ ഉയർന്ന ഒരു ചോദ്യം. എന്നാൽ ആ ഒരു ചോദ്യത്തിന് ഒരല്പം ഒരാശ്വാസം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇരയെ കൂടി പരിഗണിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഇത്തരത്തിലൊരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ 11 പ്രതികളെയും, അതായത് ഇവർക്ക് ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നത് ശരിയായില്ല, അതിൽ ഗുജറാത്ത് സർക്കാർ കൈക്കൊണ്ട രീതി ശരിയായില്ല, എന്ത് തരത്തിലാണ് ഇത്തരത്തിലൊരു രീതി സ്വീകരിച്ചത് എന്നൊരു കാര്യം തന്നെയാണ് കോടതി ആവർത്തിച്ച് ചോദിച്ചത്. ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അത് ശരിയായില്ല എന്ന രീതിയിൽ തന്നെ അടിവരയിട്ട് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഈ 11 പ്രതികളുടെയും ഈ ശിക്ഷാവിധി റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ്, ഇവർ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവേണ്ടി വരുമോ, ഇനി എന്താണ് എന്ന് തന്നെയാണ് കേസിൽ ഉറ്റുനോക്കുന്നത്. അത്രമാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു ഈ ബിൽക്കിസ് ബാനുവിന്റെ കേസ്. അതായത് അവർ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു. അതുപോലെ തന്നെ ഈ ബലാത്സംഗത്തിന് ശേഷം അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 7 പേരടങ്ങുന്ന അവരുടെ കുടുംബത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്രൂര കൃത്യങ്ങൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ കേസുമായി അനഘ, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം അജിത കൂടി ചേരുകയാണ്, സാമൂഹ്യ പ്രവർത്തക. ശ്രീമതി അജിത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഭരണകൂടം എങ്ങനെയാണ് ഇരയ്ക്ക് നീതി നിഷേധിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പ്രതിഫലിച്ചത്. സുഭാഷിണി അലിയും മുഹ മഹുത്രയും ഒക്കെ ചേർന്ന് നൽകിയ ഒരു ഹർജിയിൽ ഇങ്ങനെ ഒരു വിധി എത്തുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടത്? ഞാൻ അന്വേഷിക്കുകയും കക്ഷി ചേർന്ന ഒരു കേസാണിത്. അതെ, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ ആവശ്യമാണ്. ഈ നീതിന്യായ വ്യവസ്ഥിതിയുടെ വിജയത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ആവശ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ വിജയം വളരെയധികം വളരെ സുപ്രധാനമായ ഒരു വിധിയായിട്ട് ഞാൻ കാണുന്നു. ഈ വിധി മുന്നോട്ട് പോകട്ടെ, അത് തന്നെ നടപ്പിലാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്വേഷിയുടെ ചെറിയൊരു കോൺട്രിബ്യൂഷനാണ് അതിലുണ്ടായതെങ്കിലും ഇന്ത്യയിലെ വൻകിട സ്ത്രീ പ്രസ്ഥാനങ്ങളെല്ലാം ഇതിനോടൊപ്പം ചേർന്നിരുന്നു. ബിൽക്കിസ് ബാനു 14ഓളം കുടുംബാംഗങ്ങളെ കഴുത്തറുത്ത് കൊന്ന്, നേരിട്ട് ബലാത്സംഗം ചെയ്ത് 3 വയസ്സായ കുട്ടിയുടെ തലയറുത്ത് കൊന്ന്, അതൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണത്. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം, ഒരു ചെറിയ അനുഭവം പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ
അവസ്ഥയിൽ ഇങ്ങനെയൊരു അനുഭവത്തിലൂടെ കടന്നുപോയ ബിൽക്കിസ് ബാനുവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥിതി വിജയിക്കേണ്ടതിന്റെ ആവശ്യമാണ്. ഇത്രയാണ് തീർച്ചയായും കെ അജിത, ഇതിനകത്ത് ഉയർന്നു വരുന്ന ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് ശ്രീമതി അജിത. കാരണം വലിയ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന കേരളത്തിന് സുപരിചിതയായ വ്യക്തിത്വം കൂടിയാണ് കെ അജിത. ആ അർത്ഥത്തിൽ കൂടി തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഒരു ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തിയ കലാപം, ആ കലാപത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന ഘട്ടം, ഇതൊക്കെയാണ് നാം ഈ ബിൽക്കിസ് ബാനു അടക്കം ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ വേളകളിലൊക്കെ നാം കണ്ടിട്ടുള്ളത്. അതിലൊന്ന് മാത്രമാണ്, ആ അർത്ഥത്തിലൊരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണിത്. അതായത് ഈ മുഴുവൻ ഇരകൾക്കും നീതി നിഷേധിച്ചതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ കോടതി വിധിയിലൂടെ നമുക്ക് കാണാനാകുന്നുണ്ട്. അതുവഴി ഒരു പ്രതീക്ഷ കൂടി ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ കൂടി കാണാവുന്ന രാഷ്ട്രീയ മാനമുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയായിരിക്കുന്ന ആൾക്ക് കൂടിയുള്ള രാഷ്ട്രീയ തിരിച്ചടിയുണ്ട്. ആ മോദി ഗ്യാരണ്ടിക്കുള്ള തിരിച്ചടിയുണ്ട്. അതല്ല, ഈ MP ഇല്ലേ, MP നമ്മുടെ സയ്യിദ് ജസ്ലി എന്നൊരു MP-യെ അവര് പിന്നെ എല്ലാവരും കൂടി തല്ലിക്കൊന്നില്ലേ ഗുജറാത്തിൽ? അതെ 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 അതെ, കോൺഗ്രസ് MP. അയാൾ നിരവധി തവണ ഫോൺ വിളിച്ചിട്ടും അവർക്ക് നീതി ലഭിച്ചില്ല. നീതി ലഭിച്ചില്ല. പക്ഷെ ഇതിൽ നീതി ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നീതി ലഭിക്കാനുള്ള ഭാഗ്യം മറ്റു ഇരകൾക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തരുന്ന ഈ വിധിയിൽ എന്താ പറയാ, ഞങ്ങൾ ബിൽക്കിസ് ബാനുവിനോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും കെ അജിത. ആശാ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ആശാ ഉണ്ണിത്താൻ, നോക്കൂ, ഇവിടെ കോടതി നിരീക്ഷിച്ചത് വളരെ ഷാർപ്പായിട്ടാണ്. ഒരു ഇരയ്ക്ക് നീതി വേണ്ടേ? ശിക്ഷ ശരിയായിരിക്കാം, ശിക്ഷ ഒരു പ്രതികാരം വീട്ടലല്ല, അയാളെ പരിഷ്കരിക്കൽ കൂടിയാണ്, അല്ലെങ്കിൽ പ്രതികളെ അല്ലെങ്കിൽ കുറ്റക്കാരെ പരിഷ്കരിക്കൽ കൂടിയാണ്. സമൂഹത്തിൽ നിന്ന് അവരെ അല്ലെങ്കിൽ അവരിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിനോടൊപ്പം അങ്ങനെ ശിക്ഷയ്ക്ക് പല മാനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ആധുനിക സമൂഹം ശിക്ഷയെ ഒരു പ്രതികാരമായിട്ടല്ല കാണുന്നത്, അത് ശരിയാണ്. പക്ഷേ ഭരണകൂടത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഇത്തരത്തിൽ പ്രതികളെ ഇരയ്ക്ക് നീതി നൽകാതെ വിട്ടയക്കാൻ എന്ത് അവകാശം എന്ന നിർണായകമായ ചോദ്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട് ഈ ബിൽക്കിസ് ബാനു കേസിൽ. അതെ, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ലെജിസ്ലേറ്റീവിന്റെ ഒരു അതിരുകടന്ന ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ ഡിസിഷൻസിന്റെ മുകളിലുള്ള അതിരുകടന്ന ഇടപെടലിനെയാണ് ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണമെങ്കിൽ സുപ്രീം കോർട്ട്. ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലും ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നിലനിർത്താൻ പറ്റില്ല. കാരണം ജുഡീഷ്യലും എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട പല മേഖലകൾ വരാറുണ്ട്. അപ്പൊ അത്തരം മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ച് അവരെ വെറുതെ വിടുന്ന സംഗതികൾ ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറി ചെയ്തത് എന്തിനാണ്? അതാണ് അവർ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ജുഡീഷ്യറിയുടെ മുന്നിൽ ഒരു കേസ് വരുമ്പോൾ ആ കേസ് അനുസരിച്ചിട്ട് ഒരാളെ ശിക്ഷിക്കുന്ന സമയത്ത് ആ ശിക്ഷ കൊടുത്തതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ സംഗതി, അതായത് ഒരാളെ ശിക്ഷിക്കുന്നത് പല രീതിയിലും, അതായത് തിയറി ഓഫ് പണിഷ്മെന്റ് എന്നാണ് പറയാം. അതിലെ പ്രധാനമായി ലോകം മുഴുവൻ നടപ്പിലാക്കുന്ന രീതി ഡെറ്ററന്റ് തിയറിയാണ്. ഇത് ഭയപ്പെടുത്താം, നിങ്ങൾ കുറ്റം ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്ന സംഗതിയാണ്. മറ്റൊന്ന്, ഈ ശിക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ കുറ്റം ചെയ്ത വ്യക്തിയെ റീഫോം ചെയ്ത് നല്ല മനുഷ്യനാക്കി മാറ്റുക എന്ന റീഫോമേറ്റീവ് തിയറി ഉണ്ട്. പിന്നെ ഒരു തിയറി എന്ന് പറയുന്നത് നേരത്തെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന റിട്രിബ്യൂട്ടീവ് തിയറിയാണ്. അതായത് എന്നെ ഒരാൾ അടിച്ചാൽ എനിക്ക് തിരിച്ചടിക്കണം, പക്ഷെ അങ്ങനെ തിരിച്ചടിക്കാൻ എന്നെ അനുവദിക്കാതെ കോടതി ഇടപെട്ട് സ്റ്റേറ്റ് എനിക്ക് വേണ്ടി അയാളെ അടിക്കുകയാണ്. അതാണ് റിട്രിബ്യൂട്ടീവ് തിയറി എന്നുള്ള സംഗതി. പിന്നെയാണ് പ്രിവെന്റീവ് തിയറി, ഇയാളെ മാറ്റി നിർത്തണം, ഈ ഇതിൽ നിന്നും മറ്റുള്ള ആളുകളുടെ നേരെ ഇനിയും അയാള് ക്രൈം ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് അയാളെ മാറ്റി നിർത്തണം, പ്രിവെന്റീവ് തിയറി. ഈ തിയറികളെല്ലാം തന്നെ പല രീതിയിൽ അതിന്റെ അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു പണിഷ്മെന്റ് വരുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു കാര്യത്തില് ഇത് ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതി ഒരു ഇരയ്ക്ക് മാത്രം കിട്ടുന്ന സംഗതിയല്ല, അത് സമൂഹത്തിന് മൊത്തം കിട്ടുന്ന ഒരു കാര്യമാണ്. ഒഫൻസ് എന്ന് പറയുന്നത് ഒരു കേവലം ഒരു വ്യക്തിയോട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ വ്യക്തികൾ തമ്മിൽ 2 വക്കീലന്മാരെ വെച്ച് നടത്തിയാൽ മതി, പ്രൈവറ്റ് കേസുകൾ മറ്റേ സിവിൽ കേസ് നടത്തുന്ന പോലെ. പക്ഷെ ഇത് എന്തുകൊണ്ട് സ്റ്റേറ്റ് ഉത്തരവാദിത്തം എടുക്കണത്? അത് സ്റ്റേറ്റിന് ഭീഷണിയാണ്. ഒരാൾ ക്രിമിനൽ ആവുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനാണ് ഭീഷണി. പഴയ സോവിയറ്റ് റഷ്യയിലൊക്കെ ഒരു ഒഫൻസിനെ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അതായത് സോഷ്യലി ഡേഞ്ചറസ് ആക്ട് ഈസ് എ ക്രൈം എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് അരുത് എന്ന് പറയുന്നത് ക്രൈമാണ്. സംതിങ് ഫോർബിഡൻ ബൈ ദ ലോ പറയാണ് ഒരു കാര്യം വന്നിട്ട് അരുത് എന്ന് പറഞ്ഞാൽ അത് ക്രൈം, അങ്ങനെയാണ്. പക്ഷേ
സോഷ്യലി ഡേഞ്ചറസ് ആക്ട്. അതായത് എന്നെ ഒരാൾ അടിച്ചാൽ, എന്നെ ഒരാൾ റേപ്പ് ചെയ്താൽ അത് എന്നോട് ചെയ്യുന്ന തെറ്റ് മാത്രമല്ല, അതൊരു സോഷ്യലി ഡേഞ്ചറസ് ആക്ട് എന്നാണ് ക്രൈമിനെ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, നിയമം അരുത് എന്ന് പറയുന്നത് മാത്രമാണ് ക്രൈം. നിയമം അരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ക്രൈം അല്ല. അതാണ് ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതിരിക്കുന്നത് ഒരു ക്രൈം അല്ലാതാകുന്നത് എപ്പോ എന്നുള്ള പോലെയാണ് ചോദ്യം. മനസ്സിലായത്? നിയമം വന്ന് അരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പൊ പോക്സോ നിയമം, കുട്ടികളെ ഉപദ്രവിക്കുന്നത് ക്രൈം അല്ലായിരുന്നു. പുതിയ നിയമം വന്നപ്പോഴാണോ ക്രൈമായി മാറിയത്? അപ്പൊ നിയമം അരുത് എന്ന് പറയുന്നത് വരെയാണ് ഇവിടെ ക്രൈം ആകുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല റഷ്യയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ സങ്കല്പം തന്നെയാണ്. അപ്പൊ ഈ ക്രൈമിന്റെ തിയറി വലിയ കാര്യമാണ്, പണിഷ്മെന്റിന്റെ തിയറി ഒക്കെ. അപ്പൊ ഇവിടേക്ക് എത്തിയാൽ ആശാവുദ്ദീൻ, ഇവിടേക്ക് എത്തിയാൽ ഒരു ഗർഭിണിയായ യുവതിയെ കലാപ സമയത്ത് ഒരു കൂട്ടം നരാധമർ ചേർന്ന് പിച്ചി ചീന്തുകയാണ്. അതിനുശേഷം കുട്ടികളെ അടക്കം അറുത്തു കൊല്ലുന്നത് കാണുന്നു. നാം കണ്ടതാണ് ഗുജറാത്ത് കലാപത്തിൽ ദൃക്സാക്ഷികളുടെ വിവരണങ്ങൾ. കാരണം ഗർഭ ശിശുവിനെ ശൂലം കൊണ്ട് കുത്തി പുറത്തേക്കെടുക്കുന്നത് അടക്കം പ്രാകൃതമായ നടപടികൾ. ഈ നടപടികളുടെ ഒക്കെ ഫലമായി രൂപപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ എത്തുന്നത്. ഇരകൾക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള 1, 2, 3 കേസുകൾ മാത്രമാണ്. ബിൽക്കീസ് ബാനോ കേസ്, ഇങ്ങനെയുള്ള 1, 2 ബെസ്റ്റ് ബേക്കറി കേസ്, ഇങ്ങനെ 1, 2 കേസുകളിലാണ് ഈ കലാപത്തിൻ്റെ മുഴുവൻ നീതിയെയും പ്രതീകവൽക്കരിച്ച് നാം കണ്ടിരുന്നത്. അതുപോലും അട്ടിമറിക്കപ്പെട്ടു. അത് സ്റ്റേറ്റ് ഇടപെട്ട്. അതാണ് ഇന്ന് സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണ്ടുകൂടെ അതിനെ? സത്യം പറഞ്ഞാൽ വളരെയധികം കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പോൾ BJP ഗവൺമെന്റ് ആണ്. ഗുജറാത്തിൽ ആ സമരം ഉണ്ടായ സമയത്ത് BJP ഗവൺമെന്റ് ആയിരുന്നു. എന്നിരുന്നാലും നീതിയൊക്കെ നമ്മൾ ഒരു പ്രാകൃതം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴാണ്, പ്രാകൃതം തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ ഉപയോഗിച്ചു വന്ന ചില രീതികളിൽ പെട്ടുപോകുക. അതെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഏറ്റവും അധികം അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയിൽ നിൽക്കുന്ന പൈശാചിക സ്വഭാവമുള്ള ആളുകളായിട്ട് മാറുന്ന വ്യക്തികളെ കൃത്യമായി തന്നെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അവരത്രത്തോളം അപകടമാണ്. അത് നമ്മുടെ സൊസൈറ്റിക്ക് ത്രെറ്റനിങ് ആണ്. അതായത് ഒരു നീതി നിഷേധം നടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ആരും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ സൊസൈറ്റി കൊണ്ട് നിലനിന്നിട്ട് കാര്യമില്ല എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം. അപ്പൊ ഇവിടെ ശ്രീ ആശാവുദ്ദീൻ, കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷ ഇന്ത്യയിൽ നടപ്പാക്കിയതിന്റെ ഗ്യാരണ്ടിയെ സംബന്ധിച്ച് സംസാരിച്ച ആളായിരുന്നു അന്ന് മുഖ്യമന്ത്രി, അവിടെ ഇന്നത്തെ പ്രധാനമന്ത്രി. അതെ. അപ്പൊ അതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ സുപ്രീം കോടതി ഒരു ആശ്വാസം എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. കാരണം നമുക്കിങ്ങനെ എപ്പെക്സ് ബോഡി ഉള്ളത് കൃത്യമായി തന്നെ ഇടപെട്ടു. ഇങ്ങനെ ഒരു നീതിരാഹിത്യം നടത്താൻ ഒരു സ്റ്റേറ്റിനെ അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ ഇടപെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് കേസുകളിൽ ഇത്തരം വിഷയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കേസുകളിലും നമുക്ക് അത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല പ്രൂഡന്റ് ആയിട്ടുള്ള ആളുകളായിട്ട് പോലും കേരളത്തിൽ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സുപ്രീം കോടതി ഒരു സൊളൈസാണ്, ഒരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സമാധാനം എന്നാണോ അതോ ആശ്വാസം എന്നാണോ പറയേണ്ടത് എന്നറിയില്ല. എന്തായാലും ബൽക്കീസ് ബാനുവിന്റെ ഒപ്പം നമ്മളെല്ലാവരും നിൽക്കുന്നു. നമുക്ക് അത്ര ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന സംഗതിയുള്ളൂ. പക്ഷെ അതൊരു ഭയങ്കര അവരെ പോലെ ഒരാൾക്ക് നമ്മൾ ഉണ്ടാവേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് എടുത്തത് പോലും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് മറ്റൊന്നും പറയാൻ. തീർച്ചയായും. അത് മാത്രമല്ല, ഈ 11 പ്രതികളെയും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ BJPയുടെ നേതൃത്വത്തിൽ അവർക്ക് മാലയിട്ട് സ്വീകരണവും മധുരം വിളമ്പുകയും ചെയ്തു. അതുപോലും മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണേണ്ടി വന്നു. ആ സാഹചര്യം കൂടിയുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പോൾ. അല്ല, ഇതിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്ന സംഗതി, എങ്ങനെ പിന്നെ ഒരാൾക്ക് പരാതി കൊടുക്കാനുള്ള ധൈര്യം വരും? അതായത് ഈ നിയമവ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യം മാറും. കാരണം എന്റെ നേരെ ഒരു ഒഫൻസ് വന്നിട്ട് അത് കോടതി അവർ ശിക്ഷിച്ചിട്ട് പുല്ല് വിലയിട്ട് കോടതിയിൽ നിന്നും അവരിറങ്ങി വരാവുന്ന ഒരു അവസ്ഥേനെ ഇങ്ങനെ സ്വീകരിക്കാനും ഒരു കൂട്ടം ഈ അവരൊപ്പം നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുക. ത്രെറ്റനിങ് ആയിട്ട് അവരിങ്ങനെ അവരുടെ മനുഷ്യാവസ്ഥ ആലോചിക്കും. അവരൊപ്പം നിൽക്കുന്ന ആളുകൾ, മറ്റു രീതിയിലുള്ള ഇരവൽക്കരിക്കാൻ സാധ്യതയുള്ള വൾനറബിൾ ആയിട്ടുള്ള മറ്റു മനുഷ്യർ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ വിശ്വസിച്ചോടെ ജീവിക്കുക? ഈ സിസ്റ്റം ഉണ്ട് എന്നൊരു ഉറപ്പാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് എന്നൊരു ഉറപ്പും കൂടിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സീരിയസ് ആയിട്ട് സുപ്രീം കോടതി കണ്ടത് അതുകൊണ്ട് തന്നെയാണ്. അത് വളരെ സമാധാനവും സ്വാഗതാർഹമൊക്കെ ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് സുപ്രീം കോടതി കണ്ടു എന്നുള്ളത് ഭയങ്കര സമാധാനമാണെന്ന് പറയുന്നു. തീർച്ചയായും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ വെളിവാക്കുന്ന ചില സ്വാഭാവികമായ ഒരു വിധി ആ വിധിയിലേക്ക് മാത്രമുള്ളതല്ല, അതിലൊരു പ്രീസിഡൻ്റായി രൂപപ്പെടുകയാണ്. അതായത് ഈ ഭരണകൂടങ്ങൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഭരണകൂടങ്ങൾ ചെയ്യുന്ന ചെയ്തികൾക്ക് മേൽ ഇത്തരത്തിൽ ജുഡീഷ്യറിയുടെ ഒരു നോട്ടമുണ്ട് എന്ന കേസുകൾക്കുള്ള ഒരു പ്രീസിഡന്റ് കൂടി ഈ വിധിയാവുകയല്ലേ?
ശ്രീമതി ആശ, അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അതായത് സെപ്പറേഷൻ ഓഫ് പവർ, അതായത് ജുഡീഷ്യറി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ലെജിസ്ലേറ്റീവ് കയറിയിട്ട് ഇടപെടുക, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കയറിയിട്ട് ഇടപെട്ടിട്ട് ഒരു തീരുമാനം ഈ റദ്ദാക്കുക, ഒരു ജുഡീഷ്യസ് വിധിനെ റദ്ദാക്കുക എന്ന് പറയുന്ന സംഗതിയെ അങ്ങനെ അങ്ങോട്ട് റദ്ദാക്കാൻ നിങ്ങൾ എന്ത് റീസണിന്റെ പുറത്ത് റദ്ദാക്കണേ എന്നത് വലിയ ചോദ്യമാണ്. കാരണം ഞാൻ ഒരു ശിക്ഷയിലേക്ക് ഒരു ജുഡീഷ്യറി എത്തുന്നത് വെറുതെ അല്ല. ഒരു നിയമം പഠിച്ച് അത് അനലൈസ് ചെയ്യുന്നത് ചുമ്മാ അല്ല. അതിന് ഇത്രയും തിയറീസും മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അത് സുപ്രീം കോടതി അത് എടുത്ത് പറഞ്ഞത്. അത് പൊതുവെയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ സംസാരിക്കാനുണ്ടായ കാരണം അതാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾ ഒരിക്കലും ജുഡീഷ്യലി എല്ലാ തീരുമാനം എടുക്കുന്നത്, നിങ്ങൾ അതിന്റെ മറ്റ് ആഫ്റ്റർ എഫക്ട്സ് നോക്കുന്നില്ല, നിങ്ങളുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ തീരുമാനം എടുത്തിട്ടുള്ളത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് എല്ലാ സർക്കാരുകൾക്കും ഒരു താക്കീതാണ്, ഒരു വാർണിംഗ് ആണ്. നോക്കൂ, നിങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി ഇടപെടുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഇത് ചോദ്യമായി സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഇടപെടും, നിങ്ങളുടെ തീരുമാനങ്ങൾ റദ്ദാക്കും. കാരണം ജുഡീഷ്യസ്ലി ഒരു തീരുമാനം എടുത്തതിന്റെ മുകളിൽ അങ്ങനെ എക്സിക്യൂട്ടീവ് തീരുമാനം എടുക്കുന്നത് ശരിയല്ല, നൈതികമായ വലിയ പരാജയമാണത്. അത് നോക്കി നിൽക്കാൻ പാടില്ല. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീമതി ആശ ഉണ്ണിത്താൻ അഡ്വക്കേറ്റ്. വീണ്ടും അനഘയിലേക്ക് എത്തിയാൽ, അനഘ, അതായത് ഈ കോടതി ഈ 2002 കലാപവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഒരു ക്രൂരത നടക്കുന്നത്. അതിനുശേഷം ശിക്ഷിക്കുന്നു, അതിനുശേഷം സംസ്ഥാനം ഇടപെടുന്നു, അല്ലെങ്കിൽ ഗുജറാത്ത് സർക്കാർ ഇടപെട്ടിട്ടാണ് അവിടേക്ക് ഈ അവകാശ ലംഘനം നടത്തുന്നത്. ഇന്ന് കോടതിയുടെ വിധി പ്രകാരം അതൊരു അവകാശ ലംഘനം തന്നെയാണ്. കാരണം ഇരയോടുള്ള, പൗരനോടുള്ള നീതി നിഷേധത്തിൻ്റെ അങ്ങനെ അത്തരത്തിലുള്ള അവകാശ ലംഘനം. എന്തൊക്കെയാണ് കോടതി ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്? ഗുജറാത്ത് സംസ്ഥാനം എന്ന നിലയിൽ ഗുജറാത്ത് സർക്കാർ ഏതൊക്കെ തരത്തിലാണ് ഈ ഇരയ്ക്ക് നീതി നിഷേധിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയത്? എന്തൊക്കെയാണ് ആ വിധിയുടെ പരാമർശങ്ങളിൽ പ്രതിഫലിക്കുന്നത്? CPIM നേതാവ് സുഭാഷിണി അലിയും മഹുവ മൈത്ര TMC നേതാവും ഒക്കെയാണ് ഇതിനെതിരെ ഹർജിയുമായി പോകുന്നത്. ഗുജറാത്ത് സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തിയെന്നതും അതുപോലെ തന്നെ ഇല്ലാത്ത അധികാരം ഈ കേസിൽ ഉപയോഗിച്ചു എന്നതുമുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് വാദങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബിൽക്കിസ് ബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിരീക്ഷണങ്ങൾ. അതായത് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു കേസിന്റെ അവകാശം, അതായത് ഗുജറാത്ത് സർക്കാരും അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരും ഇതിൽ ആർക്കായിരിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നിരുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ടത് തങ്ങൾക്കാണ് അവകാശം എന്നൊരു കാര്യമായിരുന്നു ഗുജറാത്ത് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് കോടതി ശരിവെക്കുകയും ചെയ്തു. പിന്നീട് അതായത് ഇന്ന് ഈ കേസിന്റെ വിധി പ്രസ്താവം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഗുജറാത്ത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു, അധികാരം ദുർവിനിയോഗം ചെയ്തു, ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ്. കാരണം ബിൽക്കിസ് ബാനു കേസ് അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയൊരു കേസ് തന്നെയായിരുന്നു. ഈ കേസിൽ ഒരു സർക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് കൈക്കൊള്ളേണ്ട രീതികളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട ഒരു സർക്കാരിന് അങ്ങനെ നിൽക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കാര്യമാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നേരത്തെ അജിംഷാദ് ചോദിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ ഒരു കേസിൽ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുകയും അവർക്ക് ലഡുവിതരണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കാൽ തൊട്ട് വന്നിക്കുന്നു. അതിനുശേഷം സ്ത്രീകളായ സംഘപരിവാർ പ്രവർത്തകർ ഈ ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് സിന്ദൂരവും ഒക്കെ ചാർത്തുന്ന കാഴ്ചകൾ കൂടി നാം കണ്ടു. എന്നിട്ട് അതൊക്കെ കേരളത്തിലടക്കം അന്തിച്ചർച്ചകളിൽ സംഘപരിവാർ അനുകൂലികൾ വല്ലാതെ വിളമ്പുകയും ചെയ്തു. വെറുതെ വിട്ടു. അതിൻ്റെയൊക്കെ ഗുട്ടൻസ് കൂടിയാണ് ഇന്ന് സുപ്രീം കോടതി എന്ന പരമോന്നത കോടതിയിൽ അഴിഞ്ഞു വീണിരിക്കുന്നത്. എന്തായിരുന്നാലും ഗുജറാത്ത് സർക്കാരിനും പ്രധാനമന്ത്രിക്കും അടക്കം വലിയ തിരിച്ചടി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, ഗുജറാത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് അടക്കം വലിയ തിരിച്ചടി, BJPക്ക് തിരിച്ചടി, ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിൻ്റെ വലിയ സൂചന കൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് എത്തുന്നത്. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ നരാധമരായ പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിനെതിരായ നടപടിയാണ് സുപ്രീം കോടതി തുടങ്ങി വച്ചിരിക്കുന്നത്. ആ വിധിയെ റദ്ദാക്കിക്കൊണ്ട്, ആ നടപടിയെ റദ്ദാക്കിക്കൊണ്ടുള്ള വിധി. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് അനഘ നരിക്കുനി നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപ് മന്ത്രിമാരുടെ അപകീർത്തികരമായ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ച് ഇന്ത്യയിലെ മാലിദ്വീപ് പ്രതിനിധി ഇബ്രാഹിം ഷഹീബിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ചു.